അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിന്റെ വേദിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. 55-ാം അധ്യായം സൂറ റഹ്മാനിലെ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്തിനെ തദബ്ബുർ ചെയ്തുകൊണ്ട് 106ഓളം വരുന്ന മാസ്റ്റേഴ്സ് ഇന്ന് നമ്മുടെ മുന്നിൽ മാറ്റുരക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു ആയത്തിനെ 106 പേരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ പങ്കുവെക്കുക എന്ന ഒരു കാര്യം കൂടി ഇന്ന് ഈ വേളയിൽ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ പല രീതിയിൽ ആളുകൾ ദുനിയവിയായി ആഘോഷിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, അത്തരത്തില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അള്ളാഹുവുമായി കൂടുതൽ അടുപ്പിക്കുവാൻ, അത്തരത്തില് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നമ്മെ പോലെയുള്ള കുടുംബിനികളെ കൊണ്ടുവന്നുകൊണ്ട് റബ്ബിന്റെ വചനങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം കൂടി ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് നടത്തുന്നുണ്ട്. ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉദ്ഘാടകയായി നിൽക്കുമ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമസ്കരിച്ച് ഖുർആൻ ഓതിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിൽ വിന്നർ ആയതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ ഉദ്ഘാടക എന്നുള്ള ഈ ഒരു ക്ഷണം ലഭിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, എന്നിലും നിങ്ങളിലും ഉള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് കുറച്ചുകൂടി പരിപോഷിപ്പിച്ച് അത് അള്ളാഹുവിന്റെ മാർഗത്തിലാക്കി കൊണ്ടുവരാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മുടെ സമയത്തെ, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതരായിരിക്കുന്നത്. വെറുതെ എത്രയോ ആളുകൾ വെറുതെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ സമയത്തെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് പരിശ്രമിക്കുന്നുണ്ട്. അത് വിജയത്തിൽ എത്തുകയാണ് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് 106 ആളുകൾ നിന്നുകൊണ്ട് ഒരായത്തിനെ തദബ്ബുർ ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ വരുന്നത്. പണ്ഡിതന്മാർക്ക് മാത്രമല്ല ആളുകളെ പ്രബോധനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം, മറിച്ച് എല്ലാ വിശ്വാസികൾക്കും അവരുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് ദഅവത്ത് നടത്തുക എന്നുള്ളത്. അത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആളുകളിലേക്ക് ദഅവത്ത് നടത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും തക്കതായ പ്രതിഫലം കൊടുക്കും. നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ത്? അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. എത്ര സത്യമായ വാക്കുകളാണ് എന്ന് ഞാൻ നിങ്ങളും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു ക്ലബിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ ജാരിആയ സ്വതക്കയാണ്. ഇതിലൂടെ എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തെ ക്രമീകരിക്കുവാൻ മുന്നോട്ട് വരുന്നത് എന്ന്. അള്ളാഹുവിനെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇന്ന് ദഅവ മേഖലയിൽ വളരെയധികം പ്രാധാന്യം, സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെയുള്ള എത്രയോ ആളുകളാണ് വീട്ടകങ്ങളിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടുന്ന നമ്മെ കൊണ്ടുവന്ന് പ്രബോധന വേദിയിൽ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് നടത്തിയ പരിശ്രമം ചെറുതൊന്നുമല്ല. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, നമ്മളൊക്കെ ഈ ഒരു പ്രബോധന വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ ഈ ഒരു ക്ലബിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ പ്രതിഫലം അള്ളാഹു നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും 100 പേരുടെ മനസ്സിലുള്ള ഒരായത്തിനെ സംബന്ധിച്ച ആശയങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 100 തരത്തിലുള്ള ആശയങ്ങൾ ആ ഒറ്റ ആയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പോവുകയാണ്. അള്ളാഹു എല്ലാവർക്കും വിജയം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.